ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 15-ാം തീയതിയും 17-ാം തീയതിയും തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിലത്തെ ഒന്നാം സിനിമ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ് ഒരു കോമഡി ഡ്രാമ ഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു വാഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് വേൾഡ് വൈഡായിട്ട് റിലീസിലെത്തിയിരിക്കുന്നത്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തന്നെ അന്നേ ദിവസം തന്നെ റിലീസിലെത്തിയ നമ്മുടെ ബേസിൽ ജോസഫ് നായകനായി എത്തി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നുണക്കുഴി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ റിലീസിലെത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ നല്ല അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി വിജയിച്ചു പോകുന്ന ഒരു സിനിമ കൂടിയാണ് ബേസിൽ ജോസഫിൻ്റെ നുണക്കുഴി എന്ന് പറയുന്ന ഒരു ചിരിപ്പൂരം എന്ന് വേണം വിശേഷിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമയും ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുണ്ട്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അന്നേ ദിവസം തന്നെ ഒരു തമിഴ് ചിത്രം കൂടി തിയേറ്ററിലേക്ക് വേൾഡ് വൈഡായിട്ട് റിലീസിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചിയാൻ വിക്രം മാളവിക മോഹൻ കൂട്ടുകെട്ടിലൊരുങ്ങി ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിലുള്ള സിനിമയായിരുന്നു തങ്കാലൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തമിഴ്നാട്ടിലും കേരളത്തിലായിട്ട് നല്ല റെക്കോർഡ് കളക്ഷനിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുന്നത്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് വേദ എന്ന സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിട്ടുണ്ട്. അടുത്ത് ശ്രീ യൂണിവേഴ്സിൻ്റെ ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ശ്രീ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് സിനിമ റിലീസ് എത്തിയിരിക്കുന്നത്. ഒരു തെലുങ്ക് സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമയും കാണാത്തവരുടെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ ഞാൻ കാത്തിരുന്ന സിനിമയായിരുന്നു. ഞാൻ കണ്ടൊരു സിനിമയാണ്. പഴയ കാലത്തായാലും പഴയ കാലത്ത് ഒരുപാട് നല്ല ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിലത്തെ ഒരു സിനിമയാണ് നമ്മുടെ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്താഴ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഇപ്പോൾ അതിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻ ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുകയാണ്. എന്നാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുന്നത്. ഈ സിനിമ പഴയ കാലത്ത് എങ്ങനെയായിരുന്നോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരുന്നത്, അന്നും എങ്ങനെയാണോ പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റുവാങ്ങിയത്, അതുപോലെ തന്നെയാണ് ഇന്നും തിയേറ്ററിൽ പോയപ്പോൾ ആ ജനത്തിരക്ക് എനിക്ക് കാണാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. കാരണം അക്കാലത്തും ഈ സിനിമ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. നമ്മുടെ ശോഭന, ലാലേട്ടൻ, സുരേഷ് ഗോപി എന്നിങ്ങനെ വൻ താരനിരകൾ ഒന്നിച്ച് ഒരു കോമഡി ഹൊറർ ഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയായിരുന്നു മണിച്ചിത്താഴ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ആർക്കും എത്ര കാലം കഴിഞ്ഞാലും ഈ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. കാരണം അത്രയും പിടിച്ചിരുത്തുന്ന നമ്മുടെ ഗംഗ എന്ന കഥാപാത്രം, അതിലെ നാഗവല്ലി എന്ന കഥാപാത്രം, നമ്മുടെ ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം, നമ്മുടെ സുരേഷ് ഗോപിയുടെ നകുൽ എന്ന ക്യാരക്ടറിനെയും ആർക്കും മറക്കാനാവാത്തൊരു നൂലിഴ തന്നെയായിരുന്നു. ആ സിനിമ ഇപ്പോൾ റീമാസ്റ്റർ വേർഷനായിട്ട് തിയേറ്ററിലേക്ക് റിലീസ് എത്തിയപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന അതേ തിരക്ക് ഇന്നും നമുക്ക് തിയേറ്ററിലേക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ, അതായത് ഇതിൻ്റെ 4K ക്വാളിറ്റിയോട് കൂടി റീമാസ്റ്റർ വേർഷൻ ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക, ഈ സിനിമ വിജയിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സിനിമകളിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ പോയി കണ്ടു, ആ സിനിമകളുടെയൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റും റിവ്യൂസും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതു കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിട്ടുന്ന വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.